ദീർഘദൂര യാത്രക്കാർ ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം അതാണ്. കാരണം അവർക്ക് കടന്നു പോകുമ്പോൾ ഹോട്ടലുകളെ അല്ലാതെ ആശ്രയിക്കാൻ ഒരു സാഹചര്യവുമില്ല. അത്തരം ഹോട്ടലുകളൊക്കെ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നേരിടുന്നത്? ശ്രീജ, ഞാൻ നിൽക്കുന്ന ഹൈവേക്ക് സമീപമുള്ള ഒരു ഹോട്ടലാണ്. ഈ നാഷണൽ ഹൈവേ പോകുന്ന വഴിക്ക് സമീപമുള്ള ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ കൂടുതലായി വരുന്നത് ദീർഘദൂര യാത്രക്കാരും അതോടൊപ്പം തന്നെ ലോറി ഡ്രൈവർമാരും ഒക്കെ സാധാരണക്കാരാണ്. ഇപ്പോൾ ഇവിടെ അല്പം തിരക്കുറവാണ്. രാത്രിയാകുമ്പോഴാണ് ഈ കടകൾ കൂടുതലായി ആക്റ്റീവ് ആവുക. കാരണം അപ്പോഴാണ് കൂടുതൽ ലോറി ഡ്രൈവർമാരൊക്കെ തന്നെ വരിക. ഇവിടെ പാചകവാതക പ്രതിസന്ധി തുടങ്ങിയപ്പോൾ ഈ കടക്കാരും വലിയ പ്രതിസന്ധിയിലാണ്. അവർ വിറകടുപ്പൊക്കെ വച്ചാണ് പല ദിവസങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പ്രതിസന്ധി ഒന്ന് മാറി കര കയറുന്ന സമയത്താണ് ഇങ്ങനെ 1000 രൂപയ്ക്ക് അടുപ്പിച്ച് ഇങ്ങനെ വില വർധനവ് കൂടി വരുന്നത്. ചേട്ടാ, ഗ്യാസിൻ്റെ വില വർദ്ധിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് സാധനങ്ങളുടെയൊക്കെ വില കൂടുമോ? ഇപ്പം തന്നെ 2-3 രൂപ 5 രൂപയടക്കം എല്ലാ സാധനത്തിലും ഏകദേശം കൂടിക്കഴിഞ്ഞു. ഇപ്പം കൂട്ടേണ്ടി വന്നു. ഇനിയും ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിൽ ഞങ്ങളും കൂടി എത്തേണ്ടി വരും. എന്തു പറഞ്ഞാൽ ഇനിയും പൈസ കൂട്ടാനും പറ്റൂല. കൂട്ടിയപ്പോൾ വരുന്ന മക്കൾക്ക് ഏകദേശം മക്കളുടെ അടുത്ത് പൈസ കയ്യിലില്ല. ഒന്നാമത്തെ ഇനിയും നമ്മൾ വില കൂട്ടി പറഞ്ഞാൽ ഇനി കടയ്ക്ക് വരാൻ പറ്റാതെ. ഈ കടയിലൊക്കെ പറയുന്നത് സാധാരണ ആൾക്കാരാണല്ലോ, ലോറി ഡ്രൈവർമാർ അങ്ങനെയുള്ളവരൊക്കെ അല്ലേ? പണിക്കാരുകളും പിന്നെ അങ്ങനെയുള്ള ലോഡിങ്കാർ അവരിവരും മാത്രം അങ്ങനെയുള്ള ആൾക്കാരെ വരുള്ളൂ. നമ്മളൊരു ചട്ടിമുട്ടി കൊണ്ടുപോകണ ഒരു ലെവലാണ്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരു സാധ്യതകൾ വന്നു പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ വിറകിലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിറകും പറയുമ്പോൾ 3000 രൂപേൻ്റെ വിറക് ഇപ്പോൾ അതും 6,500 രൂപേൻ്റെ മുകളിലായി കഴിഞ്ഞു. ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും വില കറക്റ്റാണെങ്കിലും പൈസ ഉണ്ട്. പിന്നെ നന്നായി വിറകായെങ്കിലും പൈസ പറഞ്ഞ 3200 രൂപേൻ്റെ വിറക് ഇപ്പോൾ 6700 6800 രൂപേൻ്റെ അടുത്തായി. ഏകദേശം അതും പകുതി കൂടി കഴിഞ്ഞു. വിറകടുപ്പിലേക്ക് മാറിയാലും വലിയ കാര്യമൊന്നുമില്ല എന്നർത്ഥം. അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന് ലോഡിങ് ഈഡിങ് നമ്മളിപ്പോൾ 6500 രൂപ വിറകെടുത്ത് പറഞ്ഞാൽ 1500 രൂപ നമ്മൾ ലോഡിങ് ചാർജ് കയറ്റണം. ഇറക്കാൻ 1000 രൂപ ഇറക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടിലുള്ള സാധ്യത. ഞങ്ങളൊക്കെ എല്ലാം ഇവിടെ ഏകദേശം 10-17 കടയിലുണ്ട്. അതിൽ 10-12 കടയിൻ്റെ മേലെ അടച്ചു കഴിഞ്ഞു. ആകെ 4-5 കടയിലേ ഉള്ളൂ. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഗ്യാസ് കിട്ടാത്ത പ്രതിസന്ധി ഇപ്പം കിട്ടി തുടങ്ങിയപ്പോഴും വില കൂടിയ പ്രതിസന്ധി കിട്ടിക്കടഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആഴ്ചയിൽ ഒരെണ്ണം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഡെയിലി ഞങ്ങൾക്ക് 1-2 ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ ആഴ്ചയിൽ 1-2 കെട്ടിട്ട് വല്ല കാര്യങ്ങൾ ഇത്രേ കിട്ടിട്ടുള്ളൂ. ആഴ്ചയിൽ 1-2 എന്താ പറഞ്ഞാൽ അവിടെ സ്റ്റോക്ക് ഇല്ല, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടിയുണ്ട്, ഇവിടെ കൊടുക്കേണ്ടിയുണ്ട്. ആദ്യം ഹോസ്പിറ്റലിലേക്ക് എത്തണം, ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻറ്റീൻ എത്തണം, എന്നിട്ടേ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നങ്ങളും ഇപ്പോഴും തന്നെ ഉണ്ട്. ശ്രീജ, ഈ കടയിൽ ആദ്യം ഗ്യാസിലായിരുന്നു മുഴുവൻ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഗ്യാസിൻ്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഇവിടെ എത്തുമ്പോൾ കാണാം വിറകടുപ്പുകളിലേക്ക് ഭാഗികമായി മാറി. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലേക്കായി മാറി. അപ്പോഴും വിറകിന് വില കൂടുന്ന പ്രതിസന്ധി വന്നു. ഇനി ഗ്യാസിലേക്ക് മടങ്ങിപ്പോകാൻ അല്ലെങ്കിൽ ഗ്യാസ് കിട്ടുന്ന സാഹചര്യം വന്നാൽ തന്നെ അതിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. കാരണം ഈ വില വർധനവ് താങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 3 രൂപ 4 രൂപയൊക്കെ ഓരോ ഭക്ഷണ സാധനങ്ങൾക്കും വർദ്ധിപ്പിച്ചു. ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ വില കൂടിയാൽ ഇനിയും പണം വർദ്ധിപ്പിക്കേണ്ടി വരും. ഇവിടെ വരുന്നത് വളരെ സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണ്. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട്. അതുണ്ട്, എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. സാധാരണക്കാരന് ബുദ്ധിമുട്ട് തന്നെയാണ്. സാധാരണക്കാർ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തും. അത് ശരിയാണ്. ഭക്ഷണങ്ങൾക്കൊക്കെ ഭക്ഷണം വില കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാവും. ഇവർ പറയുന്ന പോലെ വളരെ സാധാരണക്കാരാണ് ഇവിടെ കഴിക്കാൻ വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇനിയും വില കൂടുകയാണെങ്കിൽ, അതായത് ചായക്കൊക്കെ ഇനിയും വില കൂടുന്ന സാഹചര്യം വന്നാൽ എങ്ങനെ ഭക്ഷണം പുറത്തു നിന്ന് കഴിക്കാൻ പറ്റും? അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. കാരണം വളരെ നേരത്തെയൊക്കെ ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്.